പെൻഷൻ മുടങ്ങിയതോടെ ദുരിതത്തിലായി അംഗനവാടിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർ. 4 മാസത്തെ പെൻഷൻ തുകയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം ഉൾപ്പെടെ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ജീവനക്കാർ പറയുന്നു. 2024 ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയാണ് അംഗനവാടി ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. വർക്കർമാർക്ക് 2500-ഉം ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് പെൻഷൻ. 4 മാസമായി സംസ്ഥാന സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കാത്തതിനാൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു. പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തീരെ മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത ജീവനക്കാർക്ക് എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന് തന്നെ സർക്കാർ അറിയുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നല്ലാതെ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. 3-4 മാസം കൂടുമ്പോൾ 2500, 1500 അങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ 4 മാസമായിട്ട് തീരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 2023 വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ഇതുവരെ യാതൊരു പൈസ പോലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഫെസ്റ്റിവൽ അലവൻസും മുടങ്ങിക്കിടക്കുകയാണ്. വിഷയം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും നൽകിയെങ്കിലും മറുപടിയോ പ്രതികരണമോ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ വ്യക്തമാക്കി. സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഇവർ പ്രതിമാസം 500 രൂപ വീതം ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകിയിരുന്നു. എന്നാൽ പിരിയുമ്പോൾ ആ നൽകിയ തുക പോലും തിരിച്ചു കിട്ടിയില്ലെന്ന ആരോപണവും ഇവർക്കുണ്ട്. പെൻഷൻ തുക കൃത്യം 1-ാം തീയതി നൽകുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, 2022 മുതൽ നിർത്തിവെച്ച ഫെസ്റ്റിവൽ അലവൻസ് കുടിശ്ശിക സഹിതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അംഗനവാടി ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.